വ്യവസായി മുഹമ്മദ് അട്ടൂരിനെ കാണാതായത് മുതൽ പോലീസ് തന്നെ വേട്ടയാടുന്നുവെന്ന ഡ്രൈവർ രജിത് കുമാർ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മാമിയെ കാണാതായി മണിക്കൂറുകൾക്കുള്ളിൽ കുടുംബം പരാതി നൽകിയതിൽ അസ്വാഭാവികത ഉണ്ടെന്നും രജിത് കുമാർ വിമർശിക്കുകയാണ്. പറഞ്ഞു നോക്കുക. മാമി തിരോധാന കേസിൽ നിരന്തരം ചോദ്യം ചെയ്തതിലെ മാനസിക വിഷമമാണ് നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കാരണമായതെന്ന് മാമിയുടെ ഡ്രൈവർ രജിത് കുമാർ രാവിലെ മുതൽ രാത്രി വരെ ചോദ്യം ചെയ്യുകയാണ്. ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കട്ടെയെന്നും രജിത് കുമാർ. ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം വന്നത് ഞങ്ങൾക്ക് പിന്നെ അതല്ല വേറെ നിവൃത്തിയിട്ടില്ല. ഞങ്ങൾ എന്താ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ച് ജയിലിൽ അടച്ചോട്ടെ, അതിൽ പ്രയാസമില്ല. മാമി അവസാനമായി പള്ളിയിലേക്ക് പോകുന്നത് താൻ കണ്ടിരുന്നുവെന്നും മുങ്ങി നിൽക്കേണ്ട സാഹചര്യം മാമിക്കില്ലെന്നും രജിത് കുമാർ പറഞ്ഞു. കാണാതായി മണിക്കൂറുകൾക്കുള്ളിൽ കുടുംബം പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ട്. ഞാൻ ചോദിച്ചത് എന്നാൽ ഒരാളെ കാണാതെയാകുന്നു. നിങ്ങൾ പത്രപ്രവർത്തകരല്ലേ, ഒരാളെ കാണാതെയാകുന്നു. കാണാതെയായിട്ട് അയാൾ 2 മണിക്ക് ഞങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്, രണ്ടാൾക്കാർ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 4 മണി നമ്മൾ പരാതി കൊടുക്കുന്നു, അയാൾ കാണുന്നില്ല എന്ന്. അല്ലെങ്കിൽ ഇയാൾക്ക് ഒരു വീടുള്ള 2 വീടുള്ള ആളല്ല. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യയെയും കാണാതായത്. ഇരുവരെയും പിന്നീട് ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. 24 കോഴിക്കോട്. ആളെ കാണാതായതിനാൽ കൂടെയുള്ളവരെ ചോദ്യം ചെയ്യലൊക്കെ സ്വാഭാവികമാണത് സമ്മർദ്ദത്തിലേക്കാക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. എന്തായാലും മാമി തിരോധാനത്തിൽ എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്ന പ്രതീക്ഷയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് തുടരുകയാണ്. കൂടുതൽ വാർത്തകളിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രിയ പ്രേക്ഷകർ തുടരും.